കോതമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാനയെ രക്ഷപ്പെടുത്തി. കരയ്ക്ക് കയറിയ ആനയെ ഉൾവനത്തിലേക്ക് തുരത്തി വടക്കുംഭാഗം സ്വദേശി വർഗീസിന്റെ കിണറ്റിലാണ് ആന വീണത്. വന്യജീവി ശല്യം തടയണമെന്നാവശ്യപ്പെട്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധം കളക്ടർ ഇടപെട്ട് അവസാനിപ്പിച്ചു. രാവിലെ ആ പെങ്കൊച്ച് മിറ്റടിച്ച് ചപ്പം കൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ആ പെങ്കൊച്ച് എന്നോട് പറഞ്ഞു, ചേച്ചി കിണറ്റിൽ എന്തോ കിടപ്പുണ്ട്, പന്നിയാന്ന് തോന്നണേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിക്ക് അവൾ കയറി നോക്കിയേച്ച് പറഞ്ഞു, പന്നിയല്ല ചേച്ചി ആനയാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങൾ കുടിക്കണ കിണറാ. പുലർച്ചെ 6 മണിയോടെ കാട്ടാന കിണറ്റിലകപ്പെട്ടതറിഞ്ഞതോടെ വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ഇരമ്പി. കഴിഞ്ഞ പ്രാവശ്യം ജനങ്ങളെ മണ്ടന്മാരാക്കി 144 പ്രഖ്യാപിച്ച് ജനങ്ങളെ മാറ്റിയതിനു ശേഷം ആന ജനവാസ മേഖലകളിൽ പടക്കം പിടിച്ച് ഓടിച്ചു വിടുകയത്. ആ പോയ വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി 30 മീറ്റർ മരം മുറിച്ച് മാറ്റിയതിന് ശേഷം ഫെൻസിങ്ങിനാണ് പറഞ്ഞത്. ജനങ്ങളുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് പകുതി മരം മുറിച്ച് മാറ്റി ബാക്കി 3,75,00,000 രൂപയുടെ ഫെൻസിങ്, ഡബിൾ ലൈൻ ഫെൻസിങ് നടക്കുന്നത് ഈ മരത്തിന്റെ ഇടയ്ക്കോടെയാണ്. പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്നും ആദ്യഘട്ട നഷ്ടപരിഹാരമായി 1,00,000 രൂപ വീട്ടുടമയ്ക്ക് നൽകുമെന്നും മലയാറ്റൂർ DFO. ഇത് കിണർ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അത് നമ്മൾ 1,00,000 രൂപ നമ്മൾ അനുമാനിക്കുന്നുണ്ട്. അത് ഇമീഡിയറ്റ് ആയിട്ട് ചെക്കായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക വന്ന് കൊടുക്കാനുള്ള ഒരു ഇതുണ്ട്. DFOയുടെ വാക്ക് വിശ്വാസത്തിലെടുക്കാനാകില്ലെന്ന ആന്റണി ജോൺ MLAയുടെ നിലപാടിന് പിന്നാലെ കളക്ടർ സ്ഥലത്തെത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് കളക്ടറുടെ ഉറപ്പ്. ഇതിൽ ഓൾറെഡി DFO ഉറപ്പ് തന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാര്യത്തിൽ പിന്നെ കിണറുടെ ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതിൽ DFOയുടെ ഒരു കാര്യം മുമ്പോട്ട് പോകും. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ JCB ഉപയോഗിച്ച് കിണറിടിച്ച് ആനയെ രക്ഷപ്പെടുത്തി. കാട് കയറിയ ആന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന അധികൃതരുടെ ഉറപ്പിലാണ് കോട്ടപ്പടിക്കാരുടെ അവസാന പ്രതീക്ഷ. അതും കൂടി ഇല്ലാതായാൽ ഇവരുടെ ജീവിതം ഇരട്ടി ദുരിതത്തിലാകും. കോട്ടപ്പടിയിൽ നിന്ന് സച്ചിനും ജിബിനുമൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.